ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. എല്ലാ മക്കൾക്കും ലേണിംഗ് സ്പോട്ടിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് 3rd സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷ് 3rd ചാപ്റ്റർ ഇൻ ഹാർമണി എന്ന യൂണിറ്റാണ്. ഹാർമണി എന്ന് വെച്ചാൽ ഐക്യത്തിൽ എന്നാണ് അർത്ഥം. കുട്ടികളെ ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. വലിയൊരു ട്രീ ആണ് അല്ലേ. ആ ട്രീയിൽ എന്താണ്, ഒരു കാക്കയുടെ കൂടുണ്ട് അല്ലേ. അതുപോലെ അതിൻ്റെ താഴെ ഡോഗും പപ്പീസും ഉണ്ട്. ഇവിടെ ഒരു കോഡ്സ് കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഹാപ്പിനെസ് ഈസ് വെൻ വാട്ട് യു തിങ്ക്, വാട്ട് യു സേ ആൻഡ് വാട്ട് ഡു യു ഡു ആർ ഇൻ ഹാർമണി. മഹാത്മാഗാന്ധിയുടെ തോട്ടാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? നിങ്ങളുടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും പരസ്പരം പൊരുത്തപ്പെട്ടു പോവുക എന്നതാണ് സന്തോഷം. അതായത് എല്ലാവരും നല്ല ഐക്യത്തോടു കൂടി കഴിയണം എന്നാണ്. മനുഷ്യരായാലും ജീവികളായാലും പരസ്പരം സഹായിച്ചും സഹകരിച്ചുമാണ് ജീവിതത്തിൽ മുന്നോട്ട് പോകേണ്ടതെന്നാണ് ഇതിൽ പറയുന്ന സന്ദേശം. നെക്സ്റ്റ് പിക്ചർ നോക്കുക. ലുക്ക് അറ്റ് ദ ചിത്രം നോക്കൂ. ഹു ആർ ഹിഡൻ ഇൻ ദ പിക്ചർ. അതിലാരെല്ലാമാണ് ഒളിഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് ഔട്ട് ആൻഡ് കളർ ദ. കണ്ടുപിടിച്ച് നിറം കൊടുക്കും. ഇനി നമ്മൾ പഠിക്കുന്നത് ഇതിൻ്റെ സ്റ്റോറിയാണ്. റോക്കി ദ പപ്പി. റോക്കി എന്ന നായക്കുട്ടിയെക്കുറിച്ച്. ചിത്രം കണ്ടില്ലേ? റോക്കിയുടെ ചിത്രമാണത്. റോക്കി ദ പപ്പി വാസ് റെസ്റ്റിംഗ് അണ്ടർ എ ട്രീ. റോക്കി എന്ന പട്ടിക്കുട്ടി എന്തെന്ന് മരച്ചുവട്ടിൽ വിശ്രമിക്കുകയായിരുന്നു. ഹി ഹാഡ് ജസ്റ്റ് എൻജോയ്ഡ് എ യമ്മി മീൽ. അവന് നല്ലൊരു ഭക്ഷണം ആസ്വദിച്ച് കഴിഞ്ഞതേ ഉള്ളൂ. ബീസ് ബസ്ഡ് അറൗണ്ട് ഹിസ് ഹെഡ്. തേനീച്ചകൾ അവൻ്റെ തലയ്ക്ക് ചുറ്റും മൂളി പറന്നു. പ്ലീസ് ഡോണ്ട് ഇറിറ്റേറ്റ് മീ. അവൻ പറഞ്ഞു, എന്നെ ദയവ് ചെയ്ത് ദേഷ്യം പിടിപ്പിക്കരുത്. റോക്കി ക്ലോസ്ഡ് ഹിസ് ഐസ്. ഓക്കെ, അവൻ്റെ കണ്ണുകൾ അടച്ചു. സ്ലോലി, പതുക്കെ, ഹി ഫെൽ അസ്ലീപ്പ്. അവൻ ഉറക്കത്തിലേക്ക് വഴുതി വീണു. എ ക്രോ വാസ് വാച്ചിങ് എവരിതിങ്. ഒരു കാക്ക ഇതെല്ലാം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഷീ ഫ്ലൂ അറൗണ്ട് ദ ബീസ്. അവൻ എന്ത് ചെയ്തു? തേനീച്ചകൾക്ക് ചുറ്റും പറന്നു. റോക്കി വാക്കപ്പ്. റോക്കി ഉണർന്നു. ഡോണ്ട് അനോയ് മീ ഹി സെഡ്. എന്നെ ശല്യപ്പെടുത്തരുതെന്ന് അവൻ പറഞ്ഞു. ഇതിലുള്ള ക്വസ്റ്റ്യൻ നോക്കാം. ഹു ആർ ദെയർ ഇൻ ദ പിക്ചർ. ചിത്രത്തിൽ ആരൊക്കെയുണ്ട്? റോക്കി ദ പപ്പി, ബീസ്, ക്രോ ആൻഡ് ദ ചിക്സ്. റോക്കി എന്ന നായക്കുട്ടിയുണ്ട്, ബീസ് ഉണ്ട്, അതുപോലെ ക്രോ ആൻഡ് ദ ചിക്സ്, കാക്കയും അവിടെ കുഞ്ഞുങ്ങളുമുണ്ട്. ക്വസ്റ്റ്യൻ, വാട്ട് വാസ് റോക്കി ഡൂയിങ്. റോക്കി എന്ത് ചെയ്യുകയായിരുന്നു? റോക്കി വാസ് സ്ലീപ്പ്. റോക്കി ഉറങ്ങുകയാണ്. വാട്ട് ഡിഡ് ദ ബീസ് ഡു. തേനീച്ചകൾ എന്ത് ചെയ്തു? ദ ബീസ് ബസ്ഡ് അറൗണ്ട് റോക്കി സെഡ്. റോക്കിയുടെ തലയ്ക്ക് ചുറ്റും പറന്നു. വാട്ട് ഡിഡ് ദ ക്രോ ഡു. കാക്ക എന്ത് ചെയ്തു? ഷീ ഫ്ലൂ അറൗണ്ട് ദ ബീസ്. തേനീച്ചകൾക്ക് ചുറ്റും പറന്നു. ഹൗ വാസ് റോക്കീസ് റിയാക്ഷൻ. റോക്കിയുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? റോക്കി ഗോട്ട് ഇറിറ്റേറ്റ്. അവന് ദേഷ്യം വന്നു. വാട്ട് വിൽ റോക്കി ഡു. റോക്കി എന്ത് ചെയ്യും ഇനി? റോക്കി വിൽ ബാർക്ക് അല്ലേ. അവൻ ചിലപ്പോൾ കുരയ്ക്കും. അത് ബീസ് ആൻഡ് ദ ക്രോ. തേനീച്ചകൾക്കും കാക്കയ്ക്കും ഇതിലെ നിന്ന് അവൻ എന്ത് ചെയ്യാം? കുരയ്ക്കാം. ന്യൂ വേർഡ്സ്. ഇതിലെ ന്യൂ വേർഡ്സ് നോക്കാം. റെസ്റ്റ് വിശ്രമിക്കുക, എൻജോയ് ആസ്വദിക്കുക, ബസ് മൂടുക, ഇറിറ്റേറ്റ് ദേഷ്യം പിടിപ്പിക്കുക, അസ്ലീപ്പ് ഉറങ്ങുക, വാച്ച് നിരീക്ഷിക്കുക, അനോയ് ശല്യപ്പെടുത്തുക. നെക്സ്റ്റ് പേജ് എടുക്കുക. ദ ചേസ് പിന്തുടരൽ നോക്കാം. റോക്കി സോ എ ക്യാറ്റ് ചേസിങ് എ സ്ക്വിറൽ. ഒരു പൂച്ച ഒരു അണ്ണാനെ ഓടിക്കുന്നത് റോക്കി കണ്ടു. ഹി തോട്ട് ഓഫ് ഹാവിങ് സം ഫൺ. ഒരു തമാശ കാണിക്കാമെന്ന് അവൻ വിചാരിച്ചു. ഹി ചേസ്ഡ് ദ ക്യാറ്റ്. അവൻ പൂച്ചയെ പിന്തുടർന്നു. ലീവ് മീ, ലെറ്റ് മീ ക്യാച്ച് ദ സ്ക്വിറൽ. ദ ക്യാറ്റ് ഹിസ്ഡ് അറ്റ് ഹിം. എന്നെ വെറുതെ വിടൂ, ഞാൻ ആ അണ്ണാനെ പിടിക്കട്ടെ. പൂച്ച റോക്കിയുടെ നേരെ ചീറിക്കൊണ്ട് പറഞ്ഞു. ബൈ ദെൻ ദ സ്ക്വിറൽ ഹാഡ് ക്ലൈംബ്ഡ് അപ്പ് എ ട്രീ. ആ സമയം കൊണ്ട് അണ്ണാനെ ഒരു മരത്തിന് മുകളിൽ കയറി. ചിൽ ചിൽ ചിൽ. ഇറ്റ് മോക്ക്ഡ് ദ ക്യാറ്റ്. ചിൽ 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 എന്ന് പറഞ്ഞ് അത് പൂച്ചയെ കളിയാക്കി. ദ ക്യാറ്റ് ഓൾസോ ക്ലൈംബ്ഡ് അപ്പ്. പൂച്ചയെ മുകളിലേക്ക് കയറി. റോക്കി സ്റ്റുഡ് ബിലോ ആൻഡ് ലുക്ക്ഡ് അറ്റ് ദ ക്യാറ്റ്. റോക്കി പൂച്ചയെ നോക്കിക്കൊണ്ട് താഴെ നിന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഹൂ ചേസ് ദ സ്ക്വിറൽ. ആരാണ് അണ്ണാനെ പിന്തുടരുന്നത്? എ ക്യാറ്റ് ചേസ് ദ സ്ക്വിറൽ അല്ലേ. വൈ ഡിഡ് ദ റോക്കി ചേസ് ദ ക്യാറ്റ്. റോക്കി എന്തിനാണ് പൂച്ചയെ പിന്തുടർന്നത്? റോക്കി ചേസ് ദ ക്യാറ്റ് ടു ഹാവ് സം ഫൺ. അല്ലെ, ചെറിയ തമാശയ്ക്ക് വേണ്ടി. വാട്ട് വിൽ ദ ക്യാറ്റ് സേ ടു റോക്കി. പൂച്ച റോക്കിയോട് എന്ത് പറയും? ദ ക്യാറ്റ് വിൽ സേ റോക്കി ടു ലീവ് ഹിം. എന്നെ വെറുതെ വിടുമെന്ന് അല്ലേ. ന്യൂ വേർഡ്സ് നോക്കാം. ചേസ് പിന്തുടരുക, സ്ക്വിറൽ അണ്ണാന്, ഫൺ തമാശ, ലീവ് വിട്ടേക്കുക ഉപേക്ഷിക്കുക, മോക്ക് കളിയാക്കുക, ഹിസ് ചീറ്റുക അല്ലെങ്കിൽ ചീറുക, സ്റ്റാൻഡ് നിൽക്കുക, സ്റ്റുഡ് നിന്നു, ബിലോ താഴെ. നെക്സ്റ്റ് നോക്കുക. ദ കെയറിങ് ക്രോ കരുതലുള്ള കാക്ക. ദ സ്ക്വിറൽ ഡിസപ്പിയർഡ് എമംഗ് ദ ലീവ്സ്. അണ്ണാൻ ഇലകളുടെ ഇടയിൽ മറഞ്ഞു. ദ ക്യാറ്റ് ലുക്ക്ഡ് ഡൗൺ. പൂച്ച താഴേക്ക് നോക്കി. ഹി സോ റോക്കി ട്രൈങ് ടു ക്ലൈംബ് അപ്പ് ദ ട്രീ. റോക്കി മരത്തിൽ കയറാൻ ശ്രമിക്കുന്നത് അവൻ കണ്ടു. ദ ക്യാറ്റ് ജംപ്ഡ് ഡൗൺ ആൻഡ് എസ്കേപ്ഡ്. പൂച്ച താഴെ ചാടി ഓടി രക്ഷപ്പെട്ടു. ദ ക്രോ സോ ഇറ്റ്. കാക്ക അത് കണ്ടു. ഹിയർ നെസ്റ്റ് വാസ് ഓൺ ദ ട്രീ. അവളുടെ കൂട് ആ മരത്തിലായിരുന്നു. ഹിയർ ചിക്സ്
വെർ ഇൻ ഇറ്റ്, അവിടെ കുഞ്ഞുങ്ങൾ അതിനുള്ളിലുണ്ടായിരുന്നു. ഷി വാസ് അഫ്രൈഡ്. ഹി സ്റ്റാർട്ടഡ് സർക്ലിംഗ് അറൗണ്ട് റോക്കി, അവൾക്ക് ഭയമായി. അവൾ റോക്കിയുടെ ചുറ്റുവട്ടത്തിൽ പറക്കാൻ തുടങ്ങി. റോക്കി സ്റ്റൂഡ് അപ്പ് ഓൺ ഹിസ് ഹിൻഡ് ലെഗ്സ്, റോക്കി അവൻ്റെ പുറംകാലുകളിൽ എഴുന്നേറ്റ് നിന്നു. എന്നുള്ള ക്വസ്റ്റ്യൻ നോക്കാം. വേർ ഡിഡ് ദ സ്ക്യൂറൽ ഡിസപ്പിയർ, അണ്ണാൻ എവിടെ നിന്നാണ് അപ്രത്യക്ഷമായത്? ദ സ്ക്യൂറൽ ഡിസപ്പിയർഡ് അമംഗ് ദ ലീവ്സ്. വേർ വാസ് ദ ക്രോസ് നെസ്റ്റ്, കാക്കയുടെ കൂടെ എവിടെയായിരുന്നു? ദ ക്രോസ് നെസ്റ്റ് വാസ് ഓൺ ദ ട്രീ. വൈ വാസ് ദ ക്രോ സർക്ലിംഗ് അറൗണ്ട് റോക്കി, കാക്ക എന്തുകൊണ്ടാണ് റോക്കിക്ക് ചുറ്റും വട്ടമിട്ട് പറഞ്ഞത്? ദ ക്രോ ഫിയേർഡ് ദാറ്റ് റോക്കി വുഡ് ക്യാച്ച് ഇയർ ചിക്സ്, അവളെ കുട്ടികളെ റോക്കി പിടിക്കുമെന്ന് പേടിച്ചിട്ട്. വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ്, ഇനി എന്ത് സംഭവിക്കും? റോക്കി വിൽ വാക്ക് എവേ ഫിയറിംഗ് ദ ക്രോ മേ ഹേർട്ട് ഹിം. നെക്സ്റ്റ് ന്യൂ വേർഡ്സ് നോക്കാം. ഡിസപ്പിയർ അപ്രത്യക്ഷമാകുക, എമംഗ് ഇടക്ക്, എസ്കേപ്പ് രക്ഷപ്പെടുക, അഫ്രൈഡ് പേടിക്കുക, ഹിൻ ലെഗ്സ് പുറംകാലുകൾ. നെക്സ്റ്റ് ഹെഡിങ് എന്താണ്? ദ ഹംഗ്രി ക്രോ, വിശന്ന് വലഞ്ഞ കാക്ക. റോക്കി വാക്ക്ഡ് ബാക്ക്, റോക്കി തിരിഞ്ഞു നടന്നു. ഓൺ ദ വേ ഹി ഗോട്ട് എ ബോൺ, വഴിയിൽ വെച്ച് അവനൊരു എല്ല് കിട്ടി. ഹി സാറ്റ് ഓൺ ദ ഗ്രാസ് ആൻഡ് സ്റ്റാർട്ടഡ് ച്യൂയിങ് ഇറ്റ്, അവൻ പുല്ലിൻ്റെ മുകളിൽ ഇരുന്ന് എല്ല് കടിച്ച് ചവയ്ക്കാൻ തുടങ്ങി. വാവ് മച്ചി വൂഷ്, വാ നല്ല സ്വാദ്, ഉഗ്രൻ. ഹി ക്ലോസ്ഡ് ഹിസ് ഐസ് ഇൻ ജോയ്, അവൻ സന്തോഷം കൊണ്ട് കണ്ണുകൾ അടച്ചു. ദ ക്രോ വാസ് ഒബ്സർവിങ് ദ സീൻ. ഷി വാസ് വെരി ഹംഗ്രി, കാക്ക ഈ രംഗം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു, അവൾക്ക് നല്ലതുപോലെ വിശക്കുന്നുണ്ടായിരുന്നു. ഷീ സ്നാച്ച്ഡ് ദാറ്റ് ബോൺ ആൻഡ് ഫ്ലൂ അവേ, അവിടെ എല്ല് തട്ടിയെടുത്ത് ദൂരേക്ക് പറന്നു. ഓ യു നോട്ടി ക്രോ, റോക്കി ബാർക്ക്ഡ്. ഓ വികൃതി കാക്ക, റോക്കി കുരച്ചു. ഹി ഡിഡ് നോട്ട് നോ വാട്ട് ടു ഡു, എന്ത് ചെയ്യണമെന്ന് അവനെ അറിയില്ലായിരുന്നു. ഹി ജംപ്ഡ് അപ്പ് ആൻഡ് ഡൗൺ സെവറൽ ടൈം, അവൻ മുകളിലേക്കും താഴേക്കും പലതവണ ചാടി. ഹി സ്ക്രാച്ച്ഡ് ഹിസ് ഹെഡ് ആൻഡ് റോൾഡ് ഇൻ ദ മഡ്, അവൻ തല ചൊറിഞ്ഞിട്ട് മണ്ണിൽ കിടന്ന് ഉരുണ്ടു. സ്ലോലി ഹി കാംഡ് ഡൗൺ, പതുക്കെ അവന് ശാന്തനായി. ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. വൈ ഡിഡ് റോക്കി ക്ലോസ്ഡ് ഹിസ് ഐസ് ഇൻ ദ ജോയ്, എന്തുകൊണ്ടാണ് റോക്കി സന്തോഷത്താൽ കണ്ണുകൾ അടച്ചത്? ബിക്കോസ് ഹി വാസ് ച്യൂയിങ് എ ടേസ്റ്റി ബോൺ, നല്ല ടേസ്റ്റുള്ള എല്ലും കഷ്ണം കിട്ടിയല്ലേ. ഹു വാസ് ഒബ്സർവിങ് ദ സീൻ, ആരാണ് ഈ രംഗം നിരീക്ഷിച്ചിരുന്നത്? ദ ക്രോ വാസ് ഒബ്സർവിങ് ദ സീൻ. വാട്ട് ഡിഡ് ദ ക്രോ ഡു, കാക്ക എന്താ ചെയ്തത്? ദ ക്രോ സ്നാച്ച്ഡ് ദ ബോൺ ആൻഡ് ഫ്ലൂ അപ്പ്, അല്ലേ, അവൾ തട്ടിയെടുത്തു. റോക്കി ബാർക്ക്ഡ് അലൗഡ് ആൻഡ് ജംപ്ഡ് അപ്പ് ആൻഡ് ഡൗൺ സെവറൽ ടൈം, എന്തുകൊണ്ട് അവനിങ്ങനെ ബാർക്ക് ചെയ്തിട്ട് അവന് സെവറൽ ടൈം ഉരുണ്ടത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ദ ക്രോ സ്നാച്ച്ഡ് ഹീസ് ബോൺ ആൻഡ് ഫ്ലൂ അപ്പ്, അല്ലേ, അവൾ പല പ്രാവശ്യം ചാടിയിട്ട് എന്താണ് അവനത് കിട്ടിയോ? ഇല്ല. ഇനി ന്യൂ വേർഡ്സ്. ച്യൂ ചവയ്ക്കുക, മഞ്ചി സ്വാദുള്ള, ഒബ്സർവ് നിരീക്ഷിക്കുക, സ്നാച്ച് തട്ടിയെടുക്കുക, നോട്ടി വികൃതി, സെവറൽ ടൈം പല പ്രാവശ്യം, സ്ക്രാച്ച് ചൊറിയുക, റോള് ഉരുളുക. ദി ഹെവി റെയിൻ കനത്ത മഴ. നോക്കിക്കേ എന്താണ് ഇവിടെ എഴുതിയിട്ടുള്ളത്? സഡൻലി ദ ബ്ലൂ സ്കൈ ഗ്രൂ ഡാർക്ക്, പെട്ടെന്ന് നീലാകാശം കറുത്തിരുണ്ടു. ദ വിൻഡ് ഹോൾഡ്, കാറ്റ് വലിയ ശബ്ദത്തോടെ ആഞ്ഞടിച്ചു. എ ഹെവി തണ്ടർ ഷൂക്ക് ദ ഗ്രൗണ്ട്, ശക്തമായിട്ടുള്ള ഇടിമുഴക്കം ഭൂമിയെ കുലുക്കി. ഇറ്റ് സ്റ്റാർട്ടഡ് ടു റെയിൻ, മഴ പെയ്യാൻ തുടങ്ങി. ക്രാ ക്രാ ദ ക്രോ കോൾഡ് ലൗഡ്, ക്രാ ക്രാ എന്ന് പറഞ്ഞിട്ട് കാക്ക ഉറക്കെ കരഞ്ഞു. ഷീ സോ ഹിയർ നെസ്റ്റ് സോയിങ് ഇൻ ദ വിൻഡ്, അവളുടെ കൂട് കാറ്റിലാടി ഉലയുന്നത് കാക്ക കണ്ടു. സൂൺ ദ ബ്രാഞ്ച് ബ്രോക്ക് ആൻഡ് ദ നെസ്റ്റ് ഫെൽ ഡൗൺ, പെട്ടെന്ന് മരക്കൊമ്പൊടിഞ്ഞ് പക്ഷിക്കൂട് താഴെ വീണു. ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. വാട്ട് ടൈപ്പ് ഓഫ് റെയിൻ ഇറ്റ് വാസ്, ഏതു തരം മഴയായിരുന്നു അത്? ഇറ്റ് വാസ് എ ഹെവി റെയിൻ, ശക്തമായിട്ടുള്ള മഴ. വാട്ട് ഹാപ്പൻഡ് ടു ദ നെസ്റ്റ് ഓഫ് ദ ക്രോ, കാക്കക്കൂടിന് എന്താ സംഭവിച്ച്? ദ നെസ്റ്റ് ഫെൽ ഡൗൺ ഇൻ ദ ഹെവി റെയിൻ ആൻഡ് വിൻഡ്, വീണു അല്ലേ. വാട്ട് വിൽ ഹാപ്പൻ ടു ദ ചിക്സ്, കുട്ടികൾക്ക് എന്ത് സംഭവിച്ചു? ദ ചിക്സ് വിൽ ഫാൾ ഡൗൺ, കുട്ടികൾ താഴെ വീണു. ഇത് ന്യൂ വേർഡ്സ് നോക്കിക്കേ. സഡൻലി പെട്ടെന്ന്, ഹോൾ അലറുക, ഹെവി തണ്ടർ ശക്തമായിട്ട് ഇടിമുഴക്കം, ഷേക്ക് കുലുങ്ങുക, ഷൂക്ക് കുലുങ്ങി, സ്വയാടി ഉലയുക, ബ്രാഞ്ച് ശിഖരം, ബ്രോക്ക് ഒടിഞ്ഞു. ദ നെക്സ്റ്റ് ഹെഡിങ് നോക്കിക്കേ. ഹെൽപ്പിംഗ് ദ ഹെൽപ്ലെസ്, നിസ്സഹായരെ സഹായിക്കുക, അല്ലേ, പ്രയാസപ്പെട്ടവരെ സഹായിക്കുന്നു. കിയോ കിയോ റോക്കി ഹേർഡ് എ സൗണ്ട്, എന്താണ് കിയോ കിയോ എന്നൊരു സൗണ്ട് റോക്കി കേട്ടു. ഹി സോ ദ ചിക്സ് ലൈങ് ഓൺ ദ ഗ്രൗണ്ട്, കാക്ക കുഞ്ഞുങ്ങൾ എന്ത് ചെയ്തു? നിലത്ത് കിടക്കുന്ന അവൻ കണ്ടു. ഹി ഫെൽറ്റ് പിറ്റി ഫോർ ദം ആൻഡ് വാക്ക്ഡ് ടുവേർഡ്സ് ദ നെസ്റ്റ്, അവരോട് ദയ തോന്നി അവൻ പക്ഷിക്കൂടിനടുത്തേക്ക് നടന്നു. ദ ചിക്സ് വെരി ഡ്രഞ്ച്ഡ് ഇൻ ദ റെയിൻ, പക്ഷി കുഞ്ഞുങ്ങൾ മഴയിൽ കുതിർന്നിരുന്നു. കിയോ കിയോ ദെയർ ക്രൈ ബിക്കം ലൗഡർ
കിയോ കിയോ അവരുടെ കരച്ചിലെ ഉച്ചത്തിലായി. ദേ വർ ഷിവറിങ്, അവർ വിറക്കുന്നുണ്ടായിരുന്നു. ഡോണ്ട് വറി ഡിയേഴ്സ്, റോക്കി കൺസോൾഡ് ദം. വിഷമിക്കേണ്ട കൂട്ടരെ, റോക്കി അവരെന്ത് ചെയ്തു? ആശ്വസിപ്പിച്ചു. ഹെൽപ്പ് മീ, റോക്കി ഹേർഡ് എ ക്രൈ. സഹായിക്കണേ സഹായിക്കണേ എന്ന് റോക്കി ഒരു കരച്ചിൽ കേട്ടു. ഹി ടേൺ ടുവേർഡ്സ് ദ സൗണ്ട്. ശബ്ദം കേട്ട സ്ഥലത്തേക്ക് അവൻ തിരിഞ്ഞു. ഈ സോ ദ മദർ ക്രോ കോട്ട് അണ്ടർ എ ഫോളം ബ്രാഞ്ച്. താഴെ വീണ് കിടന്നൊരു മരക്കൊമ്പിനടിയിൽ അമ്മ കാക്ക കിടക്കുന്നത് അവൻ കണ്ടു. ഹിസ് ഹേർട്ട് മെൽറ്റഡ്. അവൻ്റെ ഹൃദയം അലിഞ്ഞു. റോക്കി ട്രൈ ടു മൂവ് ദ ബ്രാഞ്ച്, ഇറ്റ് വാസ് ഹെവി. റോക്കി ആ ശിഖരം മാറ്റാൻ ശ്രമിച്ചു. അതിനെന്ത് ചെയ്യുന്നു? അത് നല്ല ഭാരമുള്ളതായിരുന്നു. ഹി പുൾഡ് ഇറ്റ് വാസ് വിത്ത് ഓൾ ഹിസ് സ്ട്രെങ്ത്. അവൻ അത് സർവ്വശക്തി ഉപയോഗിച്ച് വലിച്ചു. ഫൈനലി ഹി വാസ് ഏബിൾ ടു മൂവ് ഇറ്റ് ആൻഡ് സേവ് ദ ക്രോ. അവസാനം അത് നീക്കി കാക്കയെ രക്ഷിക്കാൻ അവന് സാധിച്ചു. ദ ക്രോ സൈഡ് വെൽഡ് അപ്പ്. കാക്കയുടെ കണ്ണുകൾ ഈറനണിഞ്ഞിരുന്നു. ഷീ ലുക്ക്ഡ് അറ്റ് റോക്കി വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. അവർ റോക്കിയെ നന്ദിയോടെ നോക്കി. ടേക്ക് കെയർ സെഡ് റോക്കി വാസ് വാക്ക്ഡ് അവേ. സൂക്ഷിക്കൂ എന്നും പറഞ്ഞ് റോക്കി നടന്നുപോയി. ഇന്നത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഹാപ്പൻ ടു ദി ചിക്സ്? കാക്ക കുഞ്ഞുങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്? ദ ഫെൽ ഡൗൺ ഫ്രം ദ നെസ്റ്റ് ആൻഡ് ഡ്രഞ്ച്ഡ് ഇൻ ദ റൈൻ. അല്ലേ, മഴയിൽ കുതിർന്നു, അല്ലേ, വീണ് കുതിർന്നു. വാട്ട് ഹാപ്പൻ ടു ദ ക്രോ? കാക്കയ്ക്ക് എന്താ സംഭവിച്ചത്? ദ ക്രോ വാസ് കോട്ട് അണ്ടർ എ ഫോളം ബ്രാഞ്ച്. അവിടെ ദേഹത്തെ എന്ത് ചെയ്തു? വലിയൊരു ശിഖരം വീണു, കൊമ്പ് വീണു. ഹൗ ഡി റോക്കി സേവ് ദ ക്രോ? റോക്കി എങ്ങനെയാണ് കാക്കയെ രക്ഷിച്ചത്? റോക്കി പുൾ ദ ബ്രാഞ്ച് ആൻഡ് സേവ് ദ ക്രോ. ആ മരക്കൊമ്പ് വലിച്ച് കാക്കയെ രക്ഷിച്ചു. വാട്ട് വുഡ് യു ഡു ഇഫ് വെയർ ഇൻ റോക്കീസ് പ്ലേസ്? റോക്കിയുടെ സ്ഥാനത്ത് നിങ്ങളായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ഇഫ് ഐ വെർ റോക്കി ഇൻ പ്ലേസ് ഐ വുഡ് ഓൾസോ ഹെൽപ്പ് ദ ക്രോ. ഞാനായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ഞാനും ഹെൽപ്പ് ചെയ്യുമായിരുന്നു ക്രോയെ. ന്യൂവേർഡ്സ് നോക്കാം. ലായിങ് കിടക്കുന്നു, പിറ്റി ദയ അനുകമ്പ, ഡ്രഞ്ച് കുതിരുക, ഷെവറിങ് വിറക്കുന്നു, കൺസോൾ ആശ്വസിപ്പിക്കുക, ടേൺ തിരിയുക, ഫാലൻ ബ്രാഞ്ച് വീണ് കിടക്കുന്ന ശിഖരം, മെൽറ്റ് അലിയുക, ഹെവി ഭാരമുള്ള, സ്ട്രെങ്ത് ശക്തി, ഫൈനലി അവസാനം, ഏബിൾ സാധിക്കുക, വെൽഡപ്പ് ഈറനണിഞ്ഞു, ഗ്രാറ്റിറ്റ്യൂഡ് നന്ദി, ടേക്ക് കെയർ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ സൂക്ഷിക്കുക. ഈ പാഠം കുട്ടികളെ ഇവിടെ പാഠം അവസാനിക്കുകയാണ്. അടുത്തത് ഈ പാഠത്തിലുള്ള പ്രവർത്തനങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ, വേൾഡ് ഓഫ് വേർഡ്സ്. വേർഡ്സും അതിൻ്റെ മീനിങ്ങും തന്നിട്ടുണ്ട്. സെക്കൻഡ് ആക്ടിവിറ്റി 1 നോക്കുക. ഐഡൻറ്റിഫൈ അപ്രോപ്രിയേറ്റ് പേഴ്സ് ഓഫ് വേർഡ്സ് ഫ്രം ദ ടേബിൾ. അതായത് തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ള ജോഡി കണ്ടെത്തി എഴുതുക. ആക്ടിവിറ്റി 2 നോക്കുക. ദ ക്രോ സോ റോക്കി ട്രൈങ് ടു ക്ലൈംബ് അപ്പ് ദ ട്രീ. റോക്കി മരത്തിന് മുകളിലേക്ക് കയറാൻ ശ്രമിക്കുന്നത് ക്രോ കണ്ടു. ദ നെസ്റ്റ് വാസ് ഓൺ ദാറ്റ് ട്രീ. അവളുടെ കൂടെ മരത്തിലാണ്. വാട്ട് വുഡ് ബി ഹിയർ തോട്ട്സ്? എന്തായിരിക്കും അവളുടെ ചിന്തകൾ? അപ്പോൾ നിങ്ങൾ ക്രോൻ്റെ തോട്ട്സ് ആണ് അവിടെ എഴുതേണ്ടത്. ദ തേർഡ് ആക്ടിവിറ്റി നോക്കുക. ഒബ്സർവ് ദ പിക്ചർ, ഡിസ്ക്രൈബ് ഇറ്റ് ഇൻ യുവർ നോട്ട്ബുക്ക്. ഈ ചിത്രം നിരീക്ഷിക്കുക. ഇതിൽ എന്തൊക്കെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ആ നിരീക്ഷിച്ച കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനായിട്ട് നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതുക. ആക്ടിവിറ്റി 4 നോക്കുക. സം പിക്ചേഴ്സ് ഫ്രം ദ സ്റ്റോറി ആർ ഗിവൺ ഇൻ കോളം എ, മാച്ച് ദം വിത്ത് ദ ഇവൻറ്റ്സ് ഇൻ കോളം ബി. അതായത് കഥയിലെ ചില ചിത്രങ്ങൾ കോളം എയിൽ തന്നിരിക്കുന്നു, കോളം ബിയിൽ തന്നിരിക്കുന്ന സംഭവങ്ങളുമായി അവയെ യോജിപ്പിക്കുക. അപ്പോൾ നിങ്ങൾ ആ ചിത്രത്തിൻ്റെ അതേ ലെറ്റേഴ്സ് വേണം നിങ്ങൾ ഈ സെൻറ്റൻസിന് മാച്ച് ചെയ്ത് എഴുതാൻ. റൈറ്റ് ഡൗൺ ദ ഇവൻറ്റ്സ് ഇൻ യുവർ നോട്ട്ബുക്ക് ഇൻ ഓർഡർ. സംഭവങ്ങൾ അവയുടെ ക്രമത്തിൽ നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതും വേണം. ഫസ്റ്റ് വൺ, ദ ബ്രാഞ്ച് ഓഫ് ദ ട്രീ ബ്രോക്ക് ഇൻ ദ വിൻഡ്. The nest fell down. The crow got caught under a fallen branch. Rocky saved the mother crow. Activity 5. Dialogue of some characters in the story are given below. Identify the speaker. കഥയിലെ ചില കഥാപാത്രങ്ങളുടെ സംഭാഷണമാണ് താഴെ തന്നിരിക്കുന്നത്. പറയുന്ന ആളെ തിരിച്ചറിയൂ. അപ്പോൾ റോക്കിയാണ് ഫസ്റ്റ് പറയുന്നത്. പ്ലീസ് ഡോണ്ട് ഇറിറ്റേറ്റ് മീ. ലീവ് മീ, ലെറ്റ് മീ ക്യാച്ച് ദ സ്ക്യൂറൽ. എന്നെ രക്ഷിക്കൂ എന്ന് പറയുന്ന ആരാണ്? ക്യാറ്റിൽ നിന്ന് സ്ക്യൂറൽ പറയുന്ന ആരാണതവിടെ പറയുന്നത്? ദ ക്യാറ്റ്. അതുപോലെ ഹെൽപ്പ് മീ എന്ന് പറയുന്നത് ദ മദർ ക്രോ. ആക്ടിവിറ്റി 6 നോക്കുക. ടെക്സ്റ്റ് ബുക്ക് പേജ് 73. റീഡ് ദ റിഡിൽസ് ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന കടങ്കഥകൾ വായിക്കുക. മേക്ക് സ്യൂട്ടബിൾ റിഡിൽ ആൻഡ് റൈറ്റ് ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. യോജിച്ച കടങ്കഥകൾ ഉണ്ടാക്കി നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് എഴുതാൻ. ഐ ഹാവ് ലോങ് ഫെദേഴ്സ്, ഐ ഡാൻസ് ഇൻ ദ റെയിൻ, ഐ ആം വെരി ബ്യൂട്ടിഫുൾ, ഹു ആം ഐ? ആരാണത്? ഐ ആം എ പീകോക്ക്. മൈ ബീക്ക് ഈസ് സ്ട്രോങ്, ഐ പെക്ക് ഓൺ ട്രീസ്, ഐ ഹാവ് ഫെദർഡ് ക്രൗൺ, ഹു ആം ഐ? ആരാണ്? ഐ ആം എ വുഡ് പെക്കർ, മരംകുത്തിയാണ്. ഐ ഹാവ് 4 legs ബട്ട് ഐ ആം നോട്ട് എ ടേബിൾ, ഐ ബാർക്ക് ബട്ട് ഐ ആം നോട്ട് എ ട്രീ. ഐ വാച്ച് മൈ ഹൗസ് ഫ്രം തീവ്സ്, ഹു ആം ഐ? ഐ ആം എ ഡോഗ്.
I have a long nose. I have big ears like fan. I have 4 legs like pillars. Who am I? I am an elephant. ആക്ടിവിറ്റി 7 കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട് ആനിമൽസിൻ്റെ. അതിൻ്റെ യങ് വൺസ് എഴുതാനാണ് പറഞ്ഞത്. നെക്സ്റ്റ് നോക്കിക്കേ. ലെറ്റസ് റീഡ് എ പോയം ആൻഡ് റെസൈറ്റ്. പദ്യം വായിച്ചിട്ട് ഇണത്തിൽ ചെല്ലുക. അതിനുശേഷം അവിടെ ആക്ടിവിറ്റി 8 നോക്കുക. മേക്ക് എ സിമിലർ സെൻറ്റൻസ് യൂസിങ് ദ ക്ലോസ് ഗിവൺ ബിലോ. തന്നിരിക്കുന്ന മാതൃക പോലെ സൂചനകൾ ഉപയോഗിച്ച് വാക്യങ്ങൾ എഴുതാനാണ് പറഞ്ഞു. കുട്ടികളെ, ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിയുകയാണ്. ഇന്ന് പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും മനസ്സിലായില്ലേ? ഈ ക്ലാസ് നിങ്ങൾ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അടുത്ത ക്ലാസ്സിൽ പുതിയ പാഠവുമായി നമുക്ക് കാണാം. എല്ലാ കുട്ടികൾക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.